ആരും കൊതിച്ചു പോകുന്ന ഒരു കറിയാണിട്ടത്. എന്നും നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കും, മുളക് ചാറ് വയ്ക്കും, നാളികേര അരച്ചൊക്കെ വയ്ക്കും. പക്ഷെ അതിനേക്കാളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. ഫിഷ് കടായി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ മീനൊന്നും നമുക്ക് കിട്ടാൻ വഴിയില്ല, കടൽ മീനൊന്നും കിട്ടണില്ല. പക്ഷെ പുഴമീനുകൾ ആണ് ഇപ്പോൾ മീൻകാരൊക്കെ കൊണ്ടുവരുന്നത്. ഈ മീൻ റൂഹ് എന്ന് പേരുള്ള മീനാണ്. നല്ല കഴമ്പൊക്കെ ഉള്ള മീനാണ്, പക്ഷെ മുള്ളുണ്ട്, അപ്പോൾ സൂക്ഷിക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ആദ്യം തന്നെ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് പകരം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ കറിക്ക് ഇത്തിരി കൂടെ കട്ടി കിട്ടും. ഞാൻ പുളിവെള്ളമല്ല ഒഴിച്ചത്, ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. അതായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക, നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഉച്ചക്കലേക്ക് ഒരു വെജിറ്റബിൾ ഉപ്പേരി കൂടി വേണ്ട, ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് കടുക് പൊട്ടിച്ച് സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണ്, വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെണ്ടയ്ക്കയോടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കുപ്പേരിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ഇല്ലല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നമ്മൾ എന്നും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ഈ കറിയുടെ ഒപ്പം ഉണ്ടാക്കിയത് കാരണം അതൊന്ന് കാണിച്ചത് മാത്രം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇതേ അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി വെണ്ടയ്ക്കയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും അതവിടെ ഇരുന്ന് വെന്ത് വരും. ഇനി നമ്മുടെ കറി എന്തായി നോക്കാം. കറി ഇതേ നന്നായിട്ട് തിളച്ചിങ്ങനെ ചെറുതായിട്ട് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഒരു ക്യാപ്സിക്കമിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ സ്ക്വയർ പീസുകളായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇനി അടുത്തത് ചേർക്കാൻ പോണതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടി അതിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വേവണ്ട, ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വെണ്ടക്കപ്പേരിയിലോട്ട് നാളികേരം ഇട്ട് കൊടുക്കണമല്ലോ. നാളികേരം എല്ലാ ഉപ്പേരികളിലും ചേർക്കുന്നത് ഏറ്റവും നല്ലതാണെന്നല്ലേ പറയണത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് അടച്ചു മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഇതേ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായി ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ആ കനലുമ കിടന്നിട്ടാണ് തിളയ്ക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി കസൂരി മേത്തിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഈ കറി കൂട്ടി നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വായിൽ നിന്ന് പോകില്ല അതിൻ്റെ ടേസ്റ്റ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കുപ്പേരും റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും.